ശരി. പുതുശ്ശേരിയും പുകൾ വലിയ കാളകാട്ടും കുട്ടനെല്ലൂരും. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ക്ഷേത്രോത്സവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഗുളികൻ പരിപാടികളൊക്കെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. ആദ്യമായെന്ന് പറയാൻ പറ്റില്ല, കാരണം കാന്താര സിനിമയിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളൊന്നും കൂടുതൽ അറിയില്ലെങ്കിലും ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു പ്രത്യേക കൗതുകം തന്നെയായിരുന്നു. ഈ ഉത്സവം നടത്തുന്നത് ഈ നാട്ടിലെ ഒരു തറവാട്ടുകാരാണ്. രാത്രി ഏകദേശം 9 മണിയായപ്പോൾ തുടങ്ങിയതാണ്. ഇനി രാവിലെ വരെ ഇത് തുടരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഗുളികൻ ഇങ്ങനെ പിള്ളേരെ പിടിക്കാൻ ഓടുന്നതും അവരുടെ പുറകെ പോകുന്നതുമൊക്കെ എനിക്ക് ആദ്യത്തെ അനുഭവമായി. ഇതിനിടയിൽ ഇത് കാണാൻ പോയി നിന്ന ഷിനിയെയും ഗുളികൻ ഓടിച്ചു. ഇത്രയും പേടിയെ ഇവക്കുണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ഗുളികന്റെ വേഷം കിട്ടി ഇവളെ ഒരുപാട് പേടിപ്പിക്കുമായിരുന്നു. ഗുളികനോട് ഒരുപാട് ബഹുമാനം തോന്നിയ ആ നിമിഷം. ഇതിനെല്ലാം നന്ദി പറയേണ്ടത് രഞ്ജിത്തേട്ടനോടാണ്. ഇവളെ ഒന്ന് നൈസായിട്ട് പേടിപ്പിക്കാൻ രഞ്ജിത്തേട്ടൻ പറഞ്ഞു വിട്ടതാണ്. എന്തായാലും എനിക്ക് കുറച്ച് സമാധാനം കിട്ടി, ഒരു ആശ്വാസം. ചില ചെക്കന്മാരെ കൊണ്ടുപോയി തറയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. കൂടുതലായിട്ടുള്ള ഐതിഹ്യങ്ങളൊന്നും അറിയില്ലെങ്കിലും അത് കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല കൗതുകമായിരുന്നു. അപ്പോഴും അത് അടുത്തോട്ട് വരുമെങ്കിൽ ഓടാൻ തയ്യാറായി തന്നെയാണ് ഞാനും നിന്നത്. ഇതിനിടയിൽ രഞ്ജിത്തേട്ടനും ഷീന ചേച്ചിയും പോയി ഷിനിയെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പോഴും ഷിനി പറയുന്നുണ്ടായിരുന്നു ഗുളിക വന്നാൽ അവളോട് രക്ഷപ്പെടുമെന്ന്. എന്തായാലും എനിക്കും ഷിനിക്കും ഇത് ഒരുപാട് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. ഫോണിൽ ചാർജ് കുറവായതിനാൽ വീഡിയോ ഫുൾ എടുക്കാൻ കഴിഞ്ഞില്ല. എന്ത് വന്നാലും ഇത് മുഴുവനായി കണ്ടിട്ട് മാത്രമേ റൂമിൽ പോകുകയുള്ളൂ എന്ന് മനസ്സിലുറപ്പിച്ചു. ഗുളികൻ പിടിച്ചില്ലെങ്കിൽ അടുത്ത വീഡിയോയും വിശേഷങ്ങളുമായി കാണാം. ബൈ.